സാർ, ഞാൻ ഇന്നിവിടെ പങ്കുവെക്കുന്നത് ബസ്സിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ഒരുപാട് ജനസമൂഹത്തിന്റെ വലിയൊരു പ്രയാസമാണ്. ഇതിനൊരു പരിഹാരം നിർബന്ധമായിട്ടും കാണേണ്ടതുണ്ട്. കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് ഇടയ്ക്കിടെ ബസ് മാർഗ്ഗം യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. KSRTC അപേക്ഷിച്ച് പ്രൈവറ്റ് ബസ്സിന് 10 രൂപ കുറവായതുകൊണ്ട് പ്രൈവറ്റ് ബസ്സിനായിരുന്നു യാത്ര കൂടുതലും. പിന്നെ സമയക്കുറവ് കാരണം KSRTC കയറി ശീലമായി. NH66 വരുന്നതിന് മുമ്പ് രാമനാട്ടുകര കഴിഞ്ഞ് വളാഞ്ചേരിക്കുള്ളിൽ ഒരു 20 സ്റ്റോപ്പെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വെറും 5 സ്റ്റോപ്പായി ചുരുങ്ങി. അധികമൊന്നും വേണ്ട, നിർബന്ധമായും പരിഗണിക്കേണ്ട ചില ബസ് സ്റ്റോപ്പുകളെങ്കിലും. കാക്കഞ്ചേരിയിൽ കിൻഫ്ര പാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികളും സാധാരണക്കാരും ഇവിടെ നിന്നും ബസ്സിനെ ആശ്രയിക്കുന്നുണ്ട്. ചേളാരി NH66 കടന്നു വരുന്നതിന് മുമ്പ് വലിയൊരു പട്ടണം തന്നെയായിരുന്നു ചേളാരി. ഇപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും ചെറിയ ബസ്സുകൾ വന്നു ചേരുന്ന വലിയൊരു നഗരം തന്നെയാണ് ചേളാരി. തലപ്പാറ ചെമ്മാട് പോലത്തെ വലിയൊരു നഗരത്തെ കണക്ട് ചെയ്യുന്നു എന്നത് തന്നെയാണ് തലപ്പാറയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വെന്നിയൂര് ചുറ്റുപാടുമുള്ള പല പ്രദേശങ്ങളിൽ നിന്നും മിനി ബസ്സുകൾ അവിടെ എത്തുന്നു എന്നത് തന്നെയാണ് വെന്നിയൂരിന്റെ പ്രത്യേകത. കോട്ടക്കൽ കഴിഞ്ഞ ദീർഘദൂര ബസ്സുകൾ നിർത്തിയിരുന്ന ഒരു പ്രധാന നഗരമാണ് രണ്ടത്താണി. NH66 കടന്നുവരവോടെ രണ്ടത്താണി രണ്ടായെങ്കിലും ദീർഘദൂര യാത്രക്കാർ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, ഇനിയുണ്ട് ഒരുപാട്. ചിലപ്പോഴൊക്കെ ബസ്സുകൾ NH തന്നെ യാത്രക്കാരെ ഇറക്കി പോകാറുമുണ്ട്. സർ, അറ്റ്ലീസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളോടെങ്കിലും സർവീസ് റോഡ് വഴി രാവിലെ ഒരു 7 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് ഒരു 4 മണി മുതൽ രാത്രി 9 മണി വരെയെങ്കിലും സർവീസ് നടത്താൻ ഒരു ഉത്തരവ് ഇറക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.